ജയിലിൽ ഈ വേതനം വർദ്ധിപ്പിച്ചതിന് എന്തിനാ എതിർക്കുന്നത്? എന്തിനാ എതിർക്കുന്നത്? വല്ല ആവശ്യമുണ്ട് അതിൻ്റെയൊക്കെ? എതിർക്കേണ്ട ഒരു കാര്യമില്ല. നമ്മൻ്റെ ആൾക്കാരാണ് മൊത്തം അവിടെ കിടക്കുന്നത്. അപ്പം ഞങ്ങളുടെ ആൾക്കാർക്ക് എന്താ മാസം മാസം നമുക്ക് ആശുപത്രി കൂടിയിട്ട് നിങ്ങൾക്ക് പൊളിക്കുമോ? ഇപ്പം ഇതും കൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഭരണം അങ്ങ് നിന്ന് പോകും. ഇപ്പം നമ്മൾ അവിടെ കൊണ്ടേ കാശ് കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ വരുമാനം നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ എന്താ പ്രശ്നം നിങ്ങളുടെ ശരിക്കും? അത് പാവങ്ങളല്ലേ, പല സാഹചര്യങ്ങളാൽ കുറ്റവാളികളായിപ്പോയി. അതെ, പല പല സാഹചര്യങ്ങളിൽ പാവം മനുഷ്യര് ചിലപ്പോൾ 1-2 പേരെ കൊന്നിട്ടുണ്ടാവും, ചിലപ്പോൾ 2-3 കുട്ടികളെ പീഡിപ്പിച്ചിട്ടുണ്ടാവും. ആ സാധുക്കളെയാണോ നിങ്ങളതൊക്കെ പറയണേ? സാഹചര്യം കൊണ്ടല്ലേ? കുട്ടികളുടെ വസ്ത്രവിധാരണം വളരെ മോശമായതുകൊണ്ടല്ലേ? അല്ലാതെ വേറെ എന്തെങ്കിലും ആണോ? പാവം മനുഷ്യർ, പാവം. പിന്നെ ചിലപ്പോൾ ചില ആൾക്കാർ ഒരു ബോംബൊക്കെ എറിഞ്ഞ് കുറച്ച് പേരൊക്കെ കൊന്നിട്ടുണ്ടാവും. ഇതൊക്കെ വലിയ കാര്യമാണോ? 51 വെട്ടിയിട്ടുണ്ടാവാം. പാവങ്ങളാണ്. ഇവിടെ ഈ ജയിലിൽ കിടക്കുന്നവന് ഒരു ചില്ലറ പൈസ വർദ്ധിപ്പിച്ചു കൊടുത്തപ്പോൾ അവര് ആ ജയിലിൽ തന്നെ അത്യാവശ്യം എന്തെങ്കിലും സാധനം, സോപ്പോ എന്തെങ്കിലും വാങ്ങണമെങ്കിൽ ഇതിലിന്റെ ഒരു കൂലി കൊണ്ടാണ് വാങ്ങും. അതെ, ജയിലിൽ സോപ്പൊന്നും ഇപ്പൊ കൊടുക്കുന്നില്ല. അപ്പോൾ സോപ്പോ ചീപ്പോ കണ്ണാടിയോ കുപ്പിവളയോ എന്തെങ്കിലുമൊക്കെ മേടിക്കാമല്ലോ. അതിനാണ് ഈ കാശ് കൂട്ടിന് ഇത്ര ദേഷ്യം. അതും ദിവസം 620 രൂപ. മുഴുവൻ ആളുകൾക്ക് മിനിമം വേജസ് കൊടുക്കണം. ആ നിലപാട് കേന്ദ്ര ഗവൺമെന്റിന്റെ മേലല്ലേ സമ്മർദ്ദം ചെലുത്തേണ്ടത്? അതൊന്നും പറയാതെ ഈ പാവം ജയിലിൽ കിടക്കുന്ന അവർ വലിയ ക്രിമിനലുകൾ തന്നെ, വലിയ കൊലക്കുറ്റം ചെയ്തവർ തന്നെ. അയ്യോ, അങ്ങനെ പറഞ്ഞുകൂടാ. നമ്മൾ ആദ്യം പറഞ്ഞു പാവങ്ങളാണെന്ന്. അപ്പൊ ക്രിമിനൽ കുറ്റം ചെയ്ത കുറ്റവാളികളൊന്നും പറയാൻ പാടില്ല. തെറ്റ്. അയ്യോ. പക്ഷേ ലൈഫ് ജീവപര്യന്തം ആ ജയിലിനകത്തുണ്ട്. അവരങ്ങനെ പണിയെടുത്ത് കിട്ടുന്ന കൂലി കുറച്ച് അവിടെ വെക്കും, കുറച്ച് അവരുടെ ആവശ്യം നിർവഹിക്കും. പിന്നെ ജയിലിൽ വിട്ട് ഒരു 10-15 കൊല്ലം കഴിഞ്ഞ് ജയിലിൽ നിന്ന് വരുമ്പോൾ ആ പൈസയും കൊണ്ട് നാട്ടിലേക്ക് പോകാം. കഷ്ടപ്പെട്ട് പണിയെടുത്ത് ദുബായിൽ നിന്ന് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ പോലെ അവിടെ പണിയെടുത്താൽ കാശും കൊണ്ട് തിരിച്ച് നാട്ടിലേക്ക് പോകാം. എന്നിട്ട് അടുത്ത ആളെ പേടിപ്പിക്കാം, അല്ല അടുത്ത ആളെ വെട്ടിക്കൊല്ലാം. എന്നിട്ട് വീണ്ടും ജയിലിൽ വരെ പണിയെടുക്കുക, അധ്വാനിക്കുക, കാശുണ്ടാക്കാൻ പോവുക. എന്താ സെറ്റപ്പ് അല്ലേ? ഞാൻ ആലോചിക്കുന്നതേ, ഈ സാധാരണ നേഴ്സുമാരില്ലേ പകലന്ത്യോളം പണിയെടുക്കുന്നുണ്ട്, ഓരോ മനുഷ്യൻ്റെ വേസ്റ്റ് വരെയും ക്ലീൻ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു മാസം കിട്ടുന്നത് 7000 മുതൽ 10000 രൂപയാണ് ശമ്പളം. വേണ്ട, സാധാരണ ഈ 7000 രൂപ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന എത്ര പിള്ളേരുണ്ട് നമ്മുടെ നാട്ടിൽ. അത് വെച്ച് നോക്കുവാണെങ്കിൽ ഇവന്മാർ ഈ കണ്ട പണിയൊക്കെ കാണിച്ച് ഫുഡ് ഫ്രീ, അക്കോമഡേഷൻ ഫ്രീ, കിടക്ക, കമ്പിളി പുതപ്പ്, എല്ലാ സംഭവങ്ങളും ഫ്രീ, വെള്ളം ഫ്രീ, കറണ്ട് കാശ് ഫ്രീ, എല്ലാം ഫ്രീ. ഈ ഫ്രീയുടെ കൂടെ ഇവർ എടുക്കുന്ന പണിക്ക് ദിവസം 620 രൂപ. 620 രൂപ ദിവസം എന്ന് പറഞ്ഞാണല്ലോ, ഞാനൊന്ന് കണക്കൂട്ടി നോക്കുമ്പോൾ 620 ഒരു ദിവസമാണ്. അത് ഒരു 30 ദിവസത്തേക്ക് കണക്കൂട്ടും. ഒരു മാസം കണക്കൂട്ടുമ്പോഴത്തേക്കും 18,600 മാസ ശമ്പളമാണ്. അത് ഒരു 12 മാസം ആകുമ്പോഴോ 2,23,200. അത് ഈ പറഞ്ഞ 10 വർഷമാണെങ്കിലോ 22 ലക്ഷം. അപ്പോൾ 10 വർഷം ഈ പറഞ്ഞ പോലെ ജയിലിൽ കിടന്ന് ശിക്ഷ അനുഭവിച്ച് തിരിച്ചിറങ്ങുമ്പോൾ 22 ലക്ഷം രൂപ. ആ 22 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഇനിയിപ്പോൾ ആൾക്കാർ കുറ്റകൃത്യം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇത് എന്ത് പരിപാടി? ഇത് ആരോടെങ്കിലൊക്കെ നമ്മൾ നാട്ടിൽ പറയാണ്, ഇവിടുത്തെ നഴ്സുമാരായ മാലാഖമാർക്ക് ഇത്രയും കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ പുറം നാട്ടിലുള്ള ആൾക്കാർ തുപ്പും ചിലപ്പോൾ നമ്മളെ. 560 രൂപ ശമ്പളം കൂടുന്നല്ലോ. ഈ മറ്റു തൊഴിലാളികളെല്ലാം നമ്മുടെ അറസ്റ്റിൽ ഇവിടെ ഉണ്ടായിരുന്നില്ല. അവർക്കൊക്കെ വേണ്ടി ഇയാൾ എന്ത് ചെയ്തു? ആശാവർക്കർ എന്ത് ചെയ്തു? ഇയാൾക്ക് തലയ്ക്ക് പ്രാന്താണെന്ന് തോന്നുന്നു. അതായത് ഞങ്ങൾക്ക് പറയാനുള്ളൂ, ഉള്ള ഒരു പൂജ എന്തോന്ന് കമ്മ്യൂണിസ്റ്റ്, നല്ലൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഞങ്ങളെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളായിരുന്നു. എൻ്റെ അച്ഛനെല്ലാം ഞങ്ങളെല്ലാം കമ്മ്യൂണിസ്റ്റ് പഴയ ആളുകളായിരുന്നു. ഇയാൾ വന്നതോടുകൂടി ഇതെല്ലാം നരിപ്പണമായി. ഇയാൾ ഇതുകൊണ്ട് എവിടെ ഇപ്പോൾ അടുത്ത് പറഞ്ഞ് ഞങ്ങൾ ഇനിയും വരുമെന്ന് പറഞ്ഞു. എവിടെ വരാം? അതപ്പോൾ കണ്ടില്ലേ വന്നത്? ഇയാൾ ജയിലിൽ ശമ്പളം കൂട്ടാൻ ഇവിടുത്തെ പാവപ്പെട്ട 560 രൂപ. ഇവിടെ ഞങ്ങൾ ജോലിയാണ്, ഞങ്ങൾക്ക് 540 രൂപ ശമ്പളം ഉള്ളൂ. 540 രൂപ ഒരു ദിവസം ഞങ്ങൾക്ക് ശമ്പളം. രാവിലെ മുതൽ 12 മണിക്കൂറുടെ പണിയാണ് ഞങ്ങൾക്ക് ശമ്പളം 540 രൂപ. ഈ ജയിലിൽ കിടക്കണമാർക്ക് 600 രൂപ ശമ്പളം കൊടുക്കാൻ ഇവരെ ആളുകളെല്ലാം കൂടുതൽ കിടക്കുന്നത്. കണക്കെടുത്ത് നോക്കാൻ പറയും. അതാണ് സംഭവം. ഈ ചേട്ടൻ പറയുന്നതാണ് കാര്യം. ഇവരുടെ ആൾക്കാരാണ് മൊത്തം അവിടെ കിടക്കുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെ ഇനി ശമ്പളം കൂട്ടാതിരിക്കും? ശമ്പളം കൂട്ടി കൊടുത്താലല്ലേ അവർക്ക് ഇനിയും ഇതുപോലുള്ള വർക്കുകളൊക്കെ ചെയ്ത് അകത്ത് പോകാൻ തോന്നുള്ളൂ അല്ലേ? ഈ പുള്ളി പറയുന്നതിനകത്ത് കാര്യമില്ല. ഈ പുള്ളിക്ക് ആകെ 560 രൂപയാണ് ദിവസം കിട്ടുന്നത് വരുമാനമായിട്ട്. ആ സമയത്താണ് എല്ലാ പണിയും നടത്തി ആഘോഷമൊക്കെ നടത്തി ജയിലിൽ പോയവന് 620 രൂപ ദിവസം. നമ്മൾ പറയുമ്പോൾ നേരത്തെ മിനി ചൂണ്ടിക്കാണിച്ചതുപോലെ ഇവർക്ക് ആഹാരം, പാർപ്പിടം, വസ്ത്രം ഇതൊന്നും പണം വേണ്ട, ഉണ്ടാക്കണ്ട. സുഭിക്ഷമായ ആഹാരം കൊടുക്കുന്നുണ്ട്. മട്ടൺ കൂട്ടി ആഹാരം കഴിക്കുന്ന എത്ര സാധാരണക്കാരുണ്ട് ഈ നാട്ടിൽ? സത്യമല്ലേ? മട്ടൻ കൂട്ടി ഭക്ഷണം കഴിക്കുന്ന എത്ര ആശാവർക്കർമാരുണ്ടായിരുന്നു അന്ന് തിരുവനന്തപുരത്ത് കൊടി കാണിച്ചപ്പോൾ, അല്ലെങ്കിൽ അവിടെ സമരം ചെയ്തപ്പോൾ. അവർക്ക് കൊടുക്കാത്ത എന്ത് സന്തോഷമാണ് ഈ ജയിലിൽ കിടക്കുന്നവന്മാർക്ക് കൊടുക്കുന്നത്? അവരും പാവത്തങ്ങളായിരുന്നില്ലേ? ഇവരും പാവങ്ങളായിരുന്നില്ലേ? ജയിലിൽ കിടക്കുന്നവർ മാത്രമാണോ പാവങ്ങൾ? ആ രീതിയിലുള്ള ആഹാരം കൊടുക്കുന്ന സ്ഥലമാണ് ജയില്. ഇനി അത് കൂടാതെ അവർക്ക് കറണ്ടിന് കാശ് കൊടുക്കണ്ട, അതായത് വൈദ്യുതിക്ക് പണം കൊടുക്കണ്ട, വെള്ളത്തിന് പണം കൊടുക്കണ്ട, ഗ്യാസിന് പണം കൊടുക്കണ്ട, ഒന്നും വേണ്ട, ഒരു പ്രശ്നവുമില്ല. അനങ്ങാതെ അവിടെ കിടന്നിട്ട് ആഹാരം കഴിച്ചുകൊണ്ട് കിടന്നാൽ മതി. പിന്നെ ഇവരുടെ ജോലി എന്ന് പറയുന്നത് അത് അറിയാൻ വയ്യാത്തതുകൊണ്ടാണ് ആളുകൾ പറയുന്നത് വലിയ കഠിനമായ ജോലിയൊന്നുമില്ല. ഈ പറയുന്ന ഒന്നുമല്ല, ഈ പറയുന്ന എല്ലാം വെറുതെയാണ്. അതെ, നമ്മൾ വിചാരിക്കും ഇവന്മാർ കഠിനമായിട്ട് എന്തൊക്കെ അവിടെ മലമറിക്കാന്ന്. സത്യത്തിൽ എന്താണ് അവന്മാരുടെ പണി? അവിടെ ചപ്പാത്തി ഉണ്ടാക്കലോ? എന്താണ് അവരുടെ പണി? സത്യം പറഞ്ഞാൽ പ്രത്യേകിച്ച് ആനുകുതിര പരിപാടികളൊന്നും നടക്കുന്നില്ല. അത് സ്കിൽഡ് ലേബേഴ്സ് ഉണ്ട്, അൺസ്കിൽഡ് ലേബേഴ്സ് ഉണ്ട്, മിഡ് ലെവൽ സ്കിൽഡ് ലേബേഴ്സ് ഒക്കെ ഉണ്ട്. ഓരോരുത്തർക്ക് ഇപ്പോൾ തയ്യൽ അറിയാവുന്നവരാണ് തയ്യൽ പണിയാണ് അവിടെ ചെയ്യുന്നത്. അത് ആനുകുതിര പണിയൊന്നുമില്ല. അത് 12-14 മണിക്കൂർ പണിയെടുപ്പിക്കണമില്ല.
അപ്പോൾ പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ചിന്താഗതികൾ ഇങ്ങനെ പോകുന്നതെന്നുള്ളതാണ്. ഞാനിത് ഒരുപാട് കണ്ടിട്ടുള്ളത് കൊണ്ട് ഞാൻ പറയുകയാണ്, അങ്ങനെ കഠിനമായ ജോലിയൊന്നുമില്ല. ഇനി ഇത് നോക്കുമ്പോൾ വിനു, നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമുണ്ടല്ലോ തമിഴ്നാട്. ആ തമിഴ്നാട്ടിലുള്ള വേതനം എത്രയെന്നറിയാമോ? 200 രൂപയാണ് സ്കിൽഡ്. ആ സെമി സ്കില്ലിന് 180, അതുപോലെ തന്നെ അൺസ്കില്ലിന് 160. ഡൽഹിയിൽ 361, 328, 297 ഇതാ റേറ്റ്. പക്ഷേ കേരളത്തിൽ വരുമ്പോൾ ഇവിടെ ഒരുപാട് കൊടുക്കണം. അതിന് കാരണമുണ്ട്. ഞാൻ പറഞ്ഞ അതിൽ റീസൺ ഉണ്ട് ഇവരുടെ കയ്യിൽ കൊടുക്കാനുള്ളതിൻ്റെ കാരണം ഏറ്റവും കൂടുതൽ ജയിലിൽ കിടക്കുന്ന ആരാണെന്ന് അന്വേഷിച്ചാൽ മതി. അതാണ് മറ്റേ ചേട്ടന് പറഞ്ഞത് തന്നെയാണ്, ഏറ്റവും കൂടുതൽ ജയിലിൽ കിടക്കുന്ന ആരാ, അവർക്ക് വേണ്ടിയിട്ടാണ് ഈ പരിപാടിയൊക്കെ. അതായത് നേരെ തമിഴ്നാടിൻ്റെ 3 ഇരട്ടി ശമ്പളമാണ് ഇവിടെ കൊടുക്കുന്നത്, ഡൽഹിയുടെയൊക്കെ 2 ഇരട്ടി ശമ്പളവും. എന്തായാലേ വല്ലവനെ തല്ലിക്കൊന്നോ കുത്തിക്കൊന്നോ വെട്ടിക്കൊന്നതിന് ശേഷം പോയി ജയിലിൽ കിടക്കുന്നവർക്ക് ഈ സൗകര്യം, അവർക്കാണ് മനുഷ്യാവകാശങ്ങളെല്ലാം ഉള്ളത്. ബാക്കി ഈ കൊല്ലപ്പെടുന്നവനോ അല്ലെങ്കിൽ സാധാരണക്കാർക്കോ ഇത് തെരുവിൽ കിടന്ന് ഇത്രയും നാൾ കഷ്ടപ്പെട്ട് മൊട്ടയടിച്ച് സമരം ചെയ്ത ആശമാർക്കോ അവർക്ക് അവകാശങ്ങളൊന്നുമില്ല. ഇതാ ഞാൻ പറഞ്ഞത്. ഇവർക്ക് ശമ്പളം കൊടുക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല, കൊടുക്കണം. ന്യായമായ വേതനം കൊടുക്കണം. എന്താണ് ന്യായം? ന്യായം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ കണക്ക് നമ്മൾ എടുത്താൽ ഇവർക്ക് ഈ ആഹാരം, ഈ പാർപ്പിടം, വസ്ത്രം ഇതെല്ലാം കൂടെ കണക്കാക്കി എടുത്തു കഴിഞ്ഞാൽ എത്ര രൂപ ഒരു മാസം വരുമാനം വരും? എത്ര രൂപ? അതായത് പുള്ളി പറഞ്ഞു വരുന്ന വരുമാനം എന്നല്ല, ആക്ച്വലി അതിന് എത്ര ചെലവ് വരുന്നതാണ് ശരിക്കും ചോദിക്കേണ്ടത്. ഇവർക്ക് ഇവന്മാരെയൊക്കെ തീറ്റി പോറ്റാനായിട്ട് മട്ടനും ചിക്കനൊക്കെ കൊടുത്ത് തീറ്റി പോറ്റാനായിട്ട് എത്ര രൂപയുടെ ചെലവുണ്ട്? ആ ചെലവ് കിഴിച്ചിട്ടുള്ള കാശല്ലേ ഇവന്മാർക്ക് കൊടുക്കേണ്ട കാര്യമുള്ളൂ. പക്ഷേ അതങ്ങനെയല്ല, അതെല്ലാം ഗവൺമെൻറ് വക ഫ്രീ. നിങ്ങളൊരു കുറ്റകൃത്യം ചെയ്തിട്ട് വരും, ഞങ്ങൾ നിങ്ങളെ വളരെ നല്ല രീതിയിൽ പരിപോഷിപ്പിച്ച് നല്ല ഭക്ഷണം തന്ന് നിങ്ങളെ തടിയന്മാരാക്കാം, നിങ്ങളെ വലിയ വലിയ മനുഷ്യന്മാരാക്കാം. കൂടെ നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒരു പണി ചെയ്താൽ മതി, ശമ്പളവും തരാം. ഇനി പാർട്ടിക്കാരാണെങ്കിൽ വലിയ പണിയൊന്നും ചെയ്യേണ്ട, പണി ചെയ്യാണ്ട് തന്നെ ശമ്പളം തരാം. ഇതാണ് നമ്മുടെ മോട്ടോ. നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ ശമ്പളം കൂടാതെ ഇപ്പോൾ അതായത് ഈ കണക്ക് നോക്കിയാൽ ഒരു 18,600 രൂപ ഒരു മാസം ഒരാൾക്ക് ശമ്പളം വരും. ഒരു 10 വർഷം ഒരു ബലാത്സംഗ കുറ്റം ചെയ്തിട്ട് 10 വർഷം ജയിലിൽ കിടക്കുന്നതിന് ഇറങ്ങി വരുമ്പോൾ ഉണ്ടല്ലോ, കൂളായിട്ട് 18,60,000 രൂപ കൊണ്ട് ഇറങ്ങി വരാം. ശരിയാണ്. അവരുടെ കുടുംബം പുലർത്തണം, അവർക്ക് എല്ലാം ഉണ്ടാവണം, അവരുടെ പുനരധിവാസം വേണം. ഇതൊന്നും വേണമെന്ന് പറയുന്നില്ല, പക്ഷെ അതിനൊക്കെ ഒരു മര്യാദയുണ്ട്. അല്ല, പകുതി തുക കുടുംബത്തിന് മാസാമാസം ജയിലിൽ നയിച്ചു കൊടുക്കുമെന്നാണ് പറയുന്നത്. അത് കൊടുക്കണം. എന്താ കാര്യം അറിയാം? ഇപ്പോൾ ഇത് വിനു അന്ന് അന്വേഷിച്ച് നോക്കിക്കോളൂ. അതായത് ഈ പാർട്ടി കൊലയാളികളായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരെല്ലാം ജയിലിൽ കിടക്കുമ്പോൾ അവരുടെ വീട്ടിൽ ശമ്പളം കൊണ്ട് കൊടുക്കുന്ന ആരാണെന്ന് അറിയാം? ഇപ്പോൾ പാർട്ടിയാണ്. അത് പാർട്ടിക്ക് ഇനി കൊടുക്കാൻ ചിലപ്പോൾ പറ്റുകയില്ല. അതുകൊണ്ട് അത് ബാക്കിയുള്ള പൊതുജനങ്ങളുടെ മണ്ടയിലോട്ട് അടിച്ചു. അതാണ് സംഭവം. പാർട്ടിക്ക് ഇനി ഇപ്പൊ ചിലപ്പോൾ ഈ ശമ്പളം കൊടുക്കാൻ പറ്റൂല. അതുകൊണ്ട് എന്താ, ഇവിടെ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ അവരെ വീട്ടുകാർ പ്രശ്നം ഉണ്ടാക്കുമല്ലോ. അടുത്ത തവണ ഇയാൾ ഇറങ്ങി വന്നിട്ട് വീണ്ടും പാർട്ടി കൊലയാളിയായിട്ട് മാറിക്കോളുമല്ലോ. അല്ലെങ്കിൽ നമുക്ക് കാശ് കിട്ടിയില്ല എന്ന് പറയില്ലേ. ഇതാകുമ്പോൾ 10-20 ലക്ഷം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താ പ്രശ്നമുള്ളത്? വല്ലാത്ത ജാതി ആൾക്കാരാണ്. പിന്നെ ഇപ്പം ഞാൻ അറിഞ്ഞിടത്തോളം ഇപ്പോൾ ജയിലിലേക്ക് പോകാൻ ആൾക്കാർ റെഡിയാണ്. ഇപ്പോൾ ഇന്നലെ തന്നെ കോഴിക്കോട് ബീച്ചിൽ ഒരുത്തൻ കിടന്നുറങ്ങുക. എന്താ ചെയ്തതെന്ന് അറിയാൻ, അവൻ കഞ്ചാവ് ഉണക്കാൻ ഇട്ടിട്ട് ഒരു പേപ്പറിലങ്ങ് വിരിച്ചിട്ടിട്ട് അവിടെ കിടന്നങ്ങ് ഉറങ്ങി. ഇത് ഒറിജിനൽ കഞ്ചാവാണോ എന്താണോ? ഇനി ഇവൻ്റെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഞ്ചാവ് കേസിൽ പിടിച്ചിട്ട് അകത്ത് പോയി കഴിഞ്ഞാൽ കുറച്ച് കാലം അകത്ത് കിടക്കാമല്ലോ. നല്ല ശമ്പളമല്ലേ ഇപ്പോൾ അത്, അതായിരിക്കുള്ളൂ. അരികിൽ കിടന്നുറങ്ങിപ്പോയി. കോഴിക്കോട് ബീച്ചിലാണ് സംഭവം. ഗോതമ്പോ മറ്റു ധാന്യങ്ങളൊക്കെ വാങ്ങാനിടുന്ന രീതിയിൽ തന്നെ ഒരു പേപ്പർ വിരിച്ച് അതിലാണ് കഞ്ചാവ് ഉണങ്ങാൻ. അതാണ് കഞ്ചാവ് ഉണക്കാനിട്ട് അവൻ്റെ ബുദ്ധിപരമായ കളിയായിരുന്നു തോന്നുന്നു. എന്തായാലും ഇപ്പോൾ ഒരുപാട് പേര് ഇനിയിപ്പോൾ ജയിലിലേക്കുള്ള റിക്രൂട്ട്മെന്റിൽ പങ്കെടുക്കാനുള്ള സാധ്യതയുണ്ട്. ഈ പറഞ്ഞ പോലെ കഷായം ഗ്രീഷ്മയൊക്കെ അവിടെ കേക്ക് മുറിച്ച് ആഘോഷിച്ചെന്നാണ് കേട്ടത്. കാരണം പാവങ്ങളല്ലേ, പാവങ്ങളായിട്ട് കണക്കൂട്ടിയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വോട്ടും കൂടി നമ്മുടെ പാർട്ടിക്ക് തന്നെ അല്ലേ.